ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ 2025 തുടക്കത്തിൽ 2024 എൻഡോട് കൂടിയിട്ട് നമുക്ക് ഒട്ടനവധി ഡ്രൈവിങ്ങിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് വൈസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, കാരണം 3 നോട്ടിഫിക്കേഷനും ഒന്നിച്ച് ഒരൊറ്റ വീഡിയോയിലൂടെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസും അതിൻ്റെ ക്വാളിഫിക്കേഷനും അനുസരിച്ച് ഏതാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ നോർമലി ഇത്രയും കാലം നമുക്ക് വിളിച്ചിരുന്നത് ഡ്രൈവർ ഗ്രേഡ് 2 എന്നുള്ള ഒരു പേരിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡ്രൈവർ ഗ്രേഡ് 2 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലേ, ഡ്രൈവർ കം OA എന്നുള്ള ഒരു രൂപത്തിലാണ് നമുക്ക് പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറി നമ്പറിലാണ് അത് വിളിച്ചിട്ടുള്ളത്, അതിൻ്റെ എക്സാം ഏത് സമയത്ത് നടക്കും എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 620 കാറ്റഗറിയിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. 620/2024 2024 എൻഡിൽ വന്ന നോട്ടിഫിക്കേഷനിൽ പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 29 അല്ലേ, ജനുവരി 29, അതായത് ഈ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് എന്തുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ലാസ്റ്റിലോട്ട് വെക്കണ്ട, എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പറ്റുന്നത് എന്ന് നോക്കി നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ലൈസൻസിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൻ്റെ 620/2024 എന്ന് പറയുന്നത് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലോട്ട്, NCC അല്ലെങ്കിൽ സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഡ്രൈവർ ഗ്രേഡ് 2 HDV ഓർ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് HDV എക്സ് സർവീസ് മാൻ ഓൺലി, ആ ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് വായിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എക്സ് സർവീസ് മാൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലേ, എക്സ് സർവീസ് മാൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഡ്രൈവർ ഗ്രേഡ് 2 എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് NCC സൈനിക് വെൽഫെയർ ആണ്. നമുക്ക് 2 വേക്കൻസീസ് ആണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് തിരുവനന്തപുരത്ത് 1 വയനാട് 1 ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 25,100 മുതൽ 57,900 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഡ്രൈവർ ഗ്രേഡ് 2 എന്നുള്ള ഈ ഒരു പോസ്റ്റാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെയാണ് അടുത്ത ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 39 വരെയാണ്. അതിന്റെ ഏതൊക്കെ ഡേറ്റിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സൈനിക് വെൽഫെയറിൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് എക്സ് സർവീസ് മാൻ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലേ, ഫ്രം കാൻഡിഡേറ്റ്സ് ബിലോങ് ടു എക്സ് സർവീസ് മാൻ ഓൺലി, എക്സ് സർവീസ് മാനിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. 21 മുതൽ 39 വരെ ഏജിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അവരുടെ ക്വാളിഫിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻസ് പറയാണ്. അതായത് ലിറ്ററസി ഇൻ മലയാളം, തമിഴ് ഓർ കന്നഡ, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് അറിവ് ലിറ്ററസി ഉണ്ടായിരിക്കണം. മലയാളം, അതോടൊപ്പം തന്നെ മലയാളം, തമിഴ് ഓർ കന്നഡ. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹെവി ഉള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവിംഗ്, ഹെവി ഡ്യൂട്ടി ലൈസൻസ്, എയ്തർ മിലിറ്ററി ഓർ സിവിൽ. സാധാരണ ലൈസൻസ് ആയാലും പറ്റും. ഇനി മിലിറ്ററിയിൽ അവർക്ക് സെപ്പറേറ്റ്ലി സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ലൈസൻസുകളുണ്ട്. നമ്മൾ ഈ മോട്ടോർ വെഹിക്കിളിന്റെ ആക്ട് ഒക്കെ ഡ്രൈവിംഗിന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ സെക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഏതാന്നൊക്കെ ഇതിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള ലൈസൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും അതേപോലെ തന്നെ മലയാളം ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അടുത്തത് നമ്മുടെ ഈ എക്സാമിന് ശേഷം ഇതിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് PSC പറയുന്നുണ്ട്. ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ് നോക്കേണ്ടത് 621/2024 കേട്ടോ. കാറ്റഗറി നമ്പർ 621/2024 ആണ് അടുത്ത കാറ്റഗറി നമ്പർ വരുന്നത്. ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പോസ്റ്റ് തന്നെയാണ് വരുന്നത്. ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് LDV എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിൽ ആർക്കാണ് പറ്റുക, ലൈസൻസ് ഏതാണെന്നൊക്കെ നോക്കാം. ഇത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. അതിൽ NCC, ടൂറിസം, എക്സൈസ്, പോലീസ്, SWD, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ടും ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ, LDV ആണ്. അപ്പോൾ ഡ്രൈവർ ഗ്രേഡ് 2 LDV എന്നുള്ളതാണ് ഇതിന്റെ നമ്മളുടെ പോസ്റ്റിന്റെ പേര് വരുന്നത്. ഓൾറെഡി
സാലറി സ്കെയിൽ കൊടുത്തിട്ടുണ്ട് 25,100 മുതൽ 57,900 വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ വേക്കൻസീസ് ആണ്, നമുക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളിലൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള ആളാണ്, പക്ഷേ എനിക്ക് തോന്നുകയാണ് ഇടുക്കിയിലാണ് ഇതിന് വേക്കൻസി കൂടുതൽ, ഇടുക്കിയിൽ കുറച്ച് അപ്ലിക്കേഷൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇടുക്കിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡിസ്ട്രിക്റ്റിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾ ഇതിലെ മുന്നത്തെ അഡ്വൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ദെൻ അതിന്റെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 39 വരെയാണ്. ഈ 18 മുതൽ 39 എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും, ഒരു ഡ്രൈവർ എക്സാം എഴുതുന്ന പല ആളുകൾക്കും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മളുടെ യൂണിഫോം പോസ്റ്റുകൾ ഡ്രൈവർ എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ 26 അല്ലെങ്കിൽ 28, ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ OBC-യോ അല്ലെങ്കിൽ SC/ST ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം 5 വർഷം റിലാക്സേഷൻ കിട്ടുമെങ്കിലും ഒരു 28 വയസ്സ് വരെ ഉള്ളൂ ജനറൽ ആളുകൾക്ക് എഴുതാൻ പറ്റുക. പക്ഷേ ഇതിൽ നമുക്ക് 39 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് ജനറൽ 39 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം അല്ലെ. 1985 ശേഷം ജനിച്ച ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, ഈ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ബാക്കി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ എക്സാം എഴുതാൻ പറ്റും. നോർമലി OBC-ക്കും SC/ST-ക്കും കിട്ടുന്ന പോലെ തന്നെ OBC-ക്ക് കിട്ടുന്ന 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും, SC/ST കിട്ടുന്ന 5 വർഷത്തെ റിലാക്സേഷനും ഇതിൽ ബാധകമാണ്, അതും നമുക്ക് ഇതിൽ കിട്ടും. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ഡ്രൈവർ എക്സാം എന്ന് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് 2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഒന്ന് എന്ന് പറയുന്നത് നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷനും കൂടി പറയാറുണ്ട്. ഇത് നോർമൽ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഈ 2 ക്വാളിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7th ക്ലാസ്, 7ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അല്ലെ, നമ്മളെ സ്കൂളിൽ 7th ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 10th ഒക്കെ കഴിഞ്ഞ് പാസ്സായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. ദെൻ അത് കൂടാതെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് 3 years സ്റ്റാൻഡിങ് ടു ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് അല്ലെ, അതായത് LMV നമ്മൾ നോർമലി പറയുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് 3 വർഷം ആയിട്ടുണ്ട്. 3 years സ്റ്റാൻഡിങ് ടു ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് 3 വർഷം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിൽ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അതോടൊപ്പം തന്നെ നോർമലി നമുക്കറിയാം നമ്മൾ LMV ലൈസൻസ് എടുക്കാറപ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ RTOന്റെ ഒരു ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറില്ല അല്ലേ. അപ്പോൾ PSC എന്ത് ചെയ്യും, നമ്മുടെ ഡ്രൈവിംഗ് എഫിഷ്യൻസി കണക്കാക്കാൻ വേണ്ടി എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടെസ്റ്റും കൂടി PSC എന്തുണ്ടാവും, ടെസ്റ്റും അതോടൊപ്പം തന്നെ ഒരു റോഡ് ടെസ്റ്റ് കൂടി PSC കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഡ്രൈവിങ്ങിന്റെ എഫിഷ്യൻസി കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും 3 വർഷത്തെ എക്സ്പീരിയൻസ്, 3 വർഷം ആയത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുത്തതിന് ശേഷം 3 വർഷം ആയ ആളുകൾക്ക് ഈ ഒരു കാറ്റഗറിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡ്രൈവർ ഗ്രേഡ് 2 LDV അല്ലെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LDV എന്നുള്ളതാണ് പോസ്റ്റ് വരുന്നത്. ദെൻ അടുത്ത ഒരു പോസ്റ്റാണ് 623 അല്ലെ, 623 അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് 623. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ January 29 ആണ് ലാസ്റ്റ് ഡേറ്റ് വരിക. അപ്പൊ 623 നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കാം. ഡ്രൈവർ ഗ്രേഡ് 2 തന്നെയാണ് പോസ്റ്റ്, പക്ഷേ LDV അല്ല HDV ആണ് അല്ലെ. ഹെവി വെഹിക്കിൾസിലാണ് HDV ആണ് പറയുന്നത്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് HDV ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലാണ്. കുറച്ച് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഈ ഡ്രൈവർ എക്സാം വരുന്നത്. സ്കെയിൽ ഓഫ് പേ 25,100 മുതൽ 57,900 വരെയാണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, അതിന് വേക്കൻസീസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. 18 മുതൽ 39 വരെ അല്ലെ, 18 മുതൽ 39 വരെ ഏജ് ലിമിറ്റ്. ഈ 2 ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെ, നോർമൽ ജനറൽ കാറ്റഗറിയിൽ ഇതിന്റെ അകത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം.
OBC ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. SC/ST ആണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തെ റിലാക്സേഷനും അതിന്റെ കൂടെ തന്നെ കിട്ടും. ദെൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് 7th ക്ലാസ് ആണ് അല്ലെ, 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഇനി അടുത്തതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് 3 years സ്റ്റാൻഡിംഗ് ടു ഡ്രൈവ് മീഡിയം ഹെവി ഗുഡ്സ് പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് അല്ലേ. അതായത് ഹെവി എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഹെവിന്റെ നമ്മളുടെ ഡ്രൈവിംഗിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെവി ഇടാറുള്ള എപ്പോഴും ടി ടെസ്റ്റ് അല്ലേ, ടി ടെസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ വാഹനം ഹെവി വാഹനം കൊണ്ട് ടി ടെസ്റ്റ് ഇട്ടായിരിക്കും പാസ്സായിട്ടുണ്ടാകുക. അപ്പോൾ PSC എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ടി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും നമ്മുടെ ഡ്രൈവിംഗിന്റെ എഫിഷ്യൻസി നോക്കാന്നുള്ളത്. OMR എക്സാമിന് ശേഷം നമ്മളതിൽ ക്വാളിഫൈ ആവുന്നവർക്ക് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും നമ്മളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു കാര്യം ഇതാണ് അതിന്റെ കൂടെ ഉള്ളത് നോട്ടിഫിക്കേഷനിൽ. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ പറഞ്ഞാൽ HDV ആണ് വരുന്നത്, മറ്റേതെന്ന് നേരത്തെ പറഞ്ഞത് LDV ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ജനറലി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് LDV എന്ന് പറയുന്നത് അല്ലെ. LDV എന്ന് പറയുന്നതും HDV എന്ന് പറയുന്നതും ആളുകൾ കൂടുതൽ എഴുതുക HDV ആയിരിക്കും. അപ്പൊ നിങ്ങളൊരു ഹെവി ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കാറ്റഗറിയിൽ എക്സാമും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏകദേശം രണ്ടിനും ഒരേ സിലബസ് ആയിരിക്കും, ഒരേ സമയങ്ങളിലായിരിക്കും എക്സാം നടക്കുക. മേ ബി കോമൺ എക്സാം ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കാം? നമുക്ക് ഒരൊറ്റ പഠിത്തത്തിൽ തന്നെ നമുക്ക് ഈ 2 റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ അഡ്വൈസുകളും കാര്യങ്ങളും നടക്കുന്നതാണ്. ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും അതിന്റെ ഒഴിവുകൾക്ക് അനുസരിച്ചായിരിക്കും അഡ്വൈസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ജില്ലയൊക്കെ നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ട് ശരിക്കും നോക്കി മനസ്സിലാക്കി ചൂസ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്ക് 2 പോസ്റ്റും അപ്ലൈ ചെയ്യാം. LMV മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് മുന്നേ പറഞ്ഞ നോട്ടിഫിക്കേഷനിലെ പോസ്റ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ PSCയിലെ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തു. ആ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്ത പ്രകാരം ഇതിന്റെ എക്സാം വരുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങൾക്കിടയിലായിരിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമുക്കൊരു 8 മാസത്തോളമാണ് നമുക്ക് എന്തുള്ളത് പഠിക്കാനുള്ള സമയമുള്ളത്. അപ്പൊ ഇതിന് ജനറലി നമുക്ക് ഇതിന്റെ ഒരു സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന്റെ സിലബസും പ്രതീക്ഷിക്കാം. സിലബസ് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗത്തും സിലബസിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള വീഡിയോ നമുക്ക് അപ്പ് ചെയ്യാം. എങ്കിലും പ്രീവിയസ് എക്സാം നടന്നതിന്റെ ഫലമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50% GK നമുക്ക് ജനറൽ നോളജിൽ നിന്ന് ഭാഗം, 50% ഡ്രൈവിംഗിൽ നിന്നുള്ള ഭാഗമായിട്ടുള്ള എക്സാമുകളാണ് ഇതിന് മുന്നേ നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. സിലബസിൽ ചെറിയ മാറ്റങ്ങൾ വരാം, കാരണം ഇപ്പോൾ ഏറ്റവും നല്ല സിലബസ് ആണ് PSC എല്ലാ എക്സാമിന് വേണ്ടിയിട്ടും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലുള്ളിൽ നടക്കും. അപ്പോൾ നമുക്ക് 8 മാസത്തോളം പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇത് അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനുവരി 29 വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഡ്രൈവറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുള്ളി റെക്കോർഡഡ് കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗത്ത് നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും നമ്മുടെ കോഴ്സിലെ ഫെസിലിറ്റീസും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ മറക്കണ്ട, 29 ലാസ്റ്റ് ഡേറ്റ്. ആ 29 ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡ്രൈവർ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രൈവർ എക്സാമുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലുള്ള മറ്റ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്